നിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തന്നു. ഞാനത് മുഴുവൻ കഴിച്ചു. ഒരെണ്ണം കൂടി കിട്ടിയ കൊള്ളാം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ഓൾട്ടോ കാർ മേടിച്ചു. ഒരു മഹീന്ദ്ര താറും കൂടി കിട്ടിയ കൊള്ളാം എന്നൊരാഗ്രഹമില്ല. മനുഷ്യന്റെ മനസ്സൊക്കെ ഇത്രേ ഉള്ളൂന്നേ. ഒരുപാട് ആഗ്രഹങ്ങളാണ്, പക്ഷെ എത്ര നേടിയാലും ഒരു സംതൃപ്തി കിട്ടുന്നില്ല. സംതൃപ്തി കിട്ടാനേ ദൈവത്തിന് മാത്രം സാധിക്കും. മിസ്റ്റർ അഗസ്തീനോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവമേ, അങ്ങയിൽ വിലയം പ്രാപിക്കും വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവിടുത്തെ സ്നേഹം കൊണ്ടാണ്. നാം അവിടുത്തെ സ്നേഹിക്കാനായി. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ ആശ്രയിക്കാതെ പോകുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വാക്യൂം സ്പേസ് ഉണ്ട്. ആ ദൈവത്തിന് മാത്രമേ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂ. നമ്മൾ ഈ കാണുന്ന പല പല സമ്പത്തുള്ള ആൾക്കാരും ഭയങ്കര സെലിബ്രിറ്റീസും ഒക്കെ ജീവിതത്തിൽ ഒരു മുഴം കയറിൽ ജീവിതം ഒതുക്കുന്നതിനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ ധനത്തിനോ പെരുമയ്ക്കോ അവർക്ക് സംതൃപ്തി കൊടുക്കാൻ പറ്റാതായിരിക്കും. എന്നാലേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇല്ലേ, അവർ ദൈവത്തിലൊക്കെ എന്ത് സന്തോഷവാന്മാരായിട്ട് ജീവിക്കണേ. അസീസിൽ മിസ്റ്റർ ഫ്രാൻസിസ് ഉണ്ടല്ലോ, ഒരു സമ്പത്ത് കുടുംബത്തിലൊരു വ്യക്തിയായിരുന്നു. എങ്കിലും ഈശോ വിളിച്ചു, ഫ്രാൻസിസ് എല്ലാം വിട്ടിട്ട് പോകുന്നു. പരമദരിദ്രനായിരുന്നാലും ഫ്രാൻസിസിന് ഈശോയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ക്ലാര. പ്രഭു കുടുംബത്തിൽ അംഗമാണെങ്കിലും ഈശോ വിളിച്ചു, സകലതും ഉപേക്ഷിച്ചു ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. നമ്മൾ അനുദിനം പരിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ സ്നേഹം കൊണ്ടുവരുന്ന കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി കുരിശോളം കയറിയ ആ കർത്താവിൻ്റെ നേരെ നമ്മൾ എന്തിനാ അവഗണിക്കുന്നത്? നമ്മൾ എന്തിനാ നമ്മുടെ മനസ്സൊക്കെ അടയ്ക്കുന്നത്? പലപ്പോഴും നമ്മൾ എത്ര പാപികളാണെങ്കിലും, നമ്മൾ എത്ര മാത്രം നീചരാണെങ്കിലും ദൈവത്തിനെ മറക്കാൻ സാധിക്കില്ല. ചോര കൊടുത്ത് നേടിയതല്ലേ നമ്മളെ. എങ്ങനെയാ നമ്മളൊക്കെ ആ കർത്താവിനെ മറക്കാൻ സാധിക്കും? ആമേൻ.